നമ്മള് റോബ്ലോക്സ് നമ്മൾ വീണ്ടും കളിക്കാൻ പോകുന്നത്. റോബ്ലോക്സിൽ നമ്മള് മിസ്റ്റർ ലൈറ്റിനെ സ്കൂളാണ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത്. ആ സ്കൂള് കുറച്ച് ഡേഞ്ചർ ആണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ നമ്മൾ എങ്ങനെയെങ്കിലും കുറച്ച് വഴി നോക്കി എസ്കേപ്പ് ആവണം. അപ്പൊ ഗൈസ്, എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നേരെ വീഡിയോ. അപ്പൊ ഗൈസ്, നമ്മുടെ ഗെയിം കൊണ്ട് സ്റ്റാർട്ട് ആയി. അതൊക്കെ ന്യൂട്ടൺ സ്കൂളാണ്. ഇത് കുറച്ച് ലൈറ്റ്. എടാ നീ എല്ലും കുട്ടിയാ, നിന്റെ വായൊക്കെ കാണുമ്പോ ഒരു പ്രേതത്തിന് പോലെയുണ്ട്. ഒരു ക്ലാസ് റൂമില് പ്രേതത്തിന് പോലെയുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ വീഡിയോ പ്ലേ കൊടുക്കാനുള്ള ഓപ്ഷനിലോട്ട് എത്തിയിട്ടുണ്ട്. സ്കൂൾ നമ്മൾ പ്ലേ കൊടുത്തു. എടാ എന്തത്? അപ്പൊ ഗൈസ്, നമുക്ക് എന്തായാലും ക്ലാസ് ഒക്കെ എടുക്കാം. ഇതാണ് എന്റെ ക്യാരക്ടർ. അപ്പോ വിത്ത് മൈ ടീച്ചർ, ഇതാണ് എന്റെ ടീച്ചർ. നമ്മൾ ഉണ്ട വിടില്ല. ഇത് നമ്മൾ ഉണ്ട വിടില്ല. എന്തായാലും നമുക്ക് എസ്കേപ്പ് ആവാം. എന്റെ പൊന്നു ഗൈസ്, എന്നെ ഉജ്ജൂസ് വേൾഡിന്നാ വിളിച്ചത്. ഓ, ഫേമസ് കാരണം ഗൈസ്. അപ്പൊ മഴ നോക്കി പൂട പട്ടി. എനിക്കൊന്നും മനസ്സിലാവുന്നല്ലോ. ഉജ്ജൂസ് വേൾഡിന്ന് വന്ന തേങ്ങയുണ്ട്. എനിക്കറിയാൻ പാടില്ല. എന്തായാലും ഇതിന്റെ സാധനം നമ്മളെ കാത്തിരിക്കണ്ടേ. അയ്യോ, കാത്തിരിക്കണല്ലോ. കടന്ന് അങ്ങോട്ടല്ലേ. എടാ, ഇതെന്താ ഇവിടെ ഫാനൊക്കെ വെച്ചിരിക്കണ? വലുതാകുമ്പോ ഫാനൊക്കെ ഉണ്ടാവില്ല ഗൈസ്, ഓർത്തോ. എടാ എങ്ങോട്ടാ എത്തിപ്പെട്ടെ? ഏത് വാഴയാവട്ടെ, ശ്രദ്ധിക്കെന്താ മാത്രം മതി. എടാ, ഇവിടെ ഒരു ബോക്സാ. എടാ, ഇതിന്റെ അടുത്ത് എന്തൊക്കെയോ ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ഒരു ബ്ലൈൻഡ് കളർ ഇരിക്കുന്നുണ്ട്, റിമോട്ട് ഇരിക്കുന്നുണ്ട്, ഒരു ഗണ്ണൊക്കെ ഇരിക്കുന്നുണ്ട്. കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ അതെനിക്ക് എടുക്കാൻ പറ്റില്ല. എന്റെ അങ്ങനെ എനിക്ക് 1000 അടിക്കണേ. അതിനെ മില്യനുകളെ മതി. തീർന്നു. ഓക്കെ ഗൈസ്, അവിടൊക്കെ ചേർന്നിരിക്കുന്നുണ്ട്. അവിടെ നോക്കിയില്ല ഹാവി. ഓ ഗൈസ്, ഇത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നിങ്ങൾക്ക് ഇവിടെ കൊണ്ട് കൂട്ടിയിട്ടല്ലേ. എടാ, നമുക്ക് മേലോട്ടാ പോണ്ടേ. ഇറങ്ങി ഗമ്പി കാണിച്ചില്ല. ഇതെന്ത് തന്നെയാണ് ഗൈസ്, ഇതെന്തൂട്ട് കണ്ടല്ലെങ്കിൽ. എടാ നീ ഇക്കടാ, സ്ഥലം തരില്ല കൊച്ചുറക്കൻ. ഇവിടെ നീ ചേറ് വേടാ. ചേറിന്റെ എന്നെ മൂഞ്ചിക്ക് വരികട്ടെ. എനിക്ക് എന്റെ പേടിച്ചതാ തോന്നുന്നു. ഞാൻ ഇത്ര도 ഫേമസ് ആയില്ലേ. എടാ, നമുക്ക് എന്റെ ഐഡിയ വെച്ചിട്ട് നമുക്ക് പോട്ടെ. ആദ്യം ഇവിടുത്തെ ഒരു ചേറ് നമുക്ക് ആവശ്യമുണ്ട്. ആ ചേറ് എടുത്താലും നമുക്ക് അവിടെ കിടക്കാൻ പറ്റില്ല. ഒരു സ്ഥലമുണ്ട് ഗൈസ്, ഒരു ബട്ടണിലേക്ക് ചാടി പോകുന്ന സ്ഥലം. അത് കുറച്ച് നീണ്ടതാണ് അറ്റത്ത് പോകാൻ. അപ്പൊ നമുക്ക് ചേറ് വെച്ച് കുറച്ച് ചാടി പോവാലോ. അതാണ് എന്റെ ബുദ്ധിപൂർവ്വം. കണ്ട ഗൈസ്, അത് ഞാൻ ഇപ്പൊ പഠിച്ചതാണ്. ഒരാളുടെ പോലും ഞാൻ കണ്ടിട്ടില്ല. എന്റെ ബുദ്ധി ആലോചിച്ച് ഞാൻ ചെയ്തതാ. നിങ്ങൾക്കെല്ലാവർക്കും എന്റെ ബുദ്ധി പൂർവ്വം കാണിച്ചത്. ഈ ചേറ് എങ്ങോട്ടോ പോണം. കുതിപ്പേ ഇവിടെ കുറച്ച് കെയർഫുൾ ആയി കളിക്കേണ്ട ഒരു സ്ഥലമാണ്. അല്ലമ്മ, ഈ ചേറിന്റെ താഴെ തട്ടും. കണ്ട കേസിന്റെ ബുദ്ധി. തട്ടി ഏട്ടായി ചത്തു. ഏട്ടായി അല്ലാതെ ചേർന്ന് ചാവാൻ ഒരു ജീവനില്ലല്ലോ. 2 പ്രാവശ്യം കണ്ടു ഇത്. എന്റെ പൊന്നെ, അതിത് മോനെ എന്ത് ഗൈസ്. എടാ, അവിടെ നിന്നാ നമ്മൾ വന്നേ. എടാ, ഇവിടെ നീ ഈ മുള്ളില് ചേർന്നട്ടുണ്ട് ചത്തു.
എന്തായാലും നമുക്ക് ആ മച്ചത് എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത് എന്തായാലും കിട്ടണമായിരുന്നു ഗൈസ്. അത് ഒന്നും കൂടി നമുക്ക് അത് ഇല്ലാതൊന്ന് ചെയ്തു. എന്റെ ഒരു ബുദ്ധി കുറച്ച് ചാടുന്ന ബുദ്ധി പോലെ നമുക്ക് നോക്കിയേക്കാം. ചലോ മോനെ. ആ അവിടെ കുറച്ച് ബെൽറ്റ് കൊടുക്കി. ഇച്ചിരി വെക്കാൻ കുറച്ച് ആടാണ്. അമ്മ ഇപ്പൊ എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ഈവൾ ക്ലൗണൊക്കെ ഇട്ടില്ലേ, ഈവൾ ക്ലൗണ് ആ പേരിന് ഗൈസ്. എന്തായാലും ഇപ്പൊ എനിക്ക് അപ്പുറേക്ക് കടക്കാന്ന് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതോടെ ഇതൊക്കെ ഇത്ര നടന്നു പോവാനായിരിക്കും. ഇവിടെ ചിലപ്പോ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ടോ. എന്റെ പൊന്നെ ഞാൻ ഇവിടെ തത്തു. അയ്യോ പരിപാടി പോയി എന്റെ അമ്മ. ഇന്നൊക്കെ മേലോട്ട് വരണം. ഇത് കുറച്ച് സീനായിട്ടുള്ള ഒരു ഗെയിമാണ്. ആരാണോ എന്താ പറഞ്ഞു? അത് പൊടിയൂണേ ആരുണ്ടല്ലോ. ആരാളാടാ പറയാ മനുഷ്യ, മനുഷ്യ പറയണ മനുഷ്യ എവിടെ എവിടെയാണ്? നമ്മുടെ പുറ ആരും ഇല്ലല്ലോ. അതിന് ഒച്ച പോലും കേൾക്കണ്ടേ? ഇങ്ങോട്ട് എന്തോ പോണേ ഉള്ളിക്ക്. എടാ ഞാൻ ആളെ പിടിക്കാൻ നിന്ന സ്ഥലത്ത് ഞാൻ ഒരു പ്രാവശ്യം പോലും ചത്തിട്ടില്ല. പഠിക്കുമ്പോ ചത്തു. പഠിക്കുമ്പോ എത്ര പ്രാവശ്യം എനിക്ക് പരിപ്പടിഞ്ഞ് വാൻ എനിക്ക്. എടാ ഇതിന് ചാടി ചാടി കാണിച്ചു. എനിക്ക് അറിയില്ല. അത് ഇങ്ങനെ ചാടി ചാടി ഇവിടെ ഞാൻ എത്തിച്ചിട്ടില്ല. എന്തായാലും അത് ചാടി നോക്കണം. കിണ്ടി ചത്തു. ശബാഷ് ശബാഷ് ഗൈസ്. നമ്മൾ ചത്തിന്റെ ചത്താ ശബാസ് ആരെങ്കിലും ഉണ്ടണം. എന്തായാലും വന്ന് പോവാ. എന്തോ പിന്നെ ഗൈസ് കടന്നു. ഓക്കെ ഇനി നമുക്ക് മേലിലോട്ട് പോവാം. ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ട് വരുന്നുണ്ട്. ഇവിടെ ലേസസ് കട്ടരുത് അറിയാവല്ലേ ഗൈസ്. കളിച്ചവനെ എടാ ഇത് തട്ടി എന്ത് സംഭവിക്കും? ഇത് തട്ടി എന്ത് സംഭവിക്കും? തട്ടി നോക്കിയാ എന്റെ മോനെ ആദ്യമായിട്ട് കളിക്കണോണ്ട് എനിക്ക് ഒട്ടും മനസ്സില്ല. ഇവിടെ തന്നെ എത്തി. ഞാൻ വിചാരിച്ചാ ലേസറിന്റെ അവിടെ മെല്ലെ പോ. തട്ടേന്ന് മോനെ. ഇന്ന് മോനെ ആളെ തട്ടുണ്ട്. ആള് മനുഷ്യന്മാർ സൂക്ഷിച്ച പ്രേതങ്ങൾ തട്ടുണ്ട്. എന്റെ മോനെ പേടിച്ചിട്ടാ. എടാ ടീച്ചേഴ്സിന്റെ എന്റെ മോനെ. The gym. Find the 3 buttons. Okay guys, find the 3. ഇതിന്റെ ക്ലൂസ് അടിക്കണം. പാളി വെള്ളത്തിൽ കിട്ടി. ഈ ചാവേ കിട്ടി. ക്ലൂസ് കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നാൽ ഞാൻ തട്ടി ഗൈസ്. ആ സമയം തട്ടരുത്. അത് ക്ലോസ് കൊടുക്കാനുള്ള ഓപ്ഷനാ. നമുക്ക് എന്തായാലും നല്ല കളിക്കാവോ. തട്ടരുത്. അതിന് തട്ടരുതിട്ടാ. ഫൈൻ. അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒന്നും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് യന്ത്രം കണ്ടുപിടിച്ചാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് നിങ്ങളുടെയും മതി. ഒന്നാറ്റൂറ്റായി. രണ്ടാമത്തെ എടാ അയാൾ വരില്ല.
ഓ സിമ്പിളല്ലേ സിമ്പിള്. ഞാൻ വിചാരിച്ച ആ ഗേറ്റ് കൂടെ എനിക്ക് പോകാൻ പറ്റില്ല. ഇല്ല കംപ്ലീറ്റ് ഉണ്ടൊക്കെ സേഫ് വെച്ചിട്ടുള്ളത്. ശരിയാ പോന്ന ഹാർഡ് അതിന്റെ മുഖം. ഓക്കെ ബോസ് ഫൈറ്റ് സിമ്പിൾ ആണ്. ഞാൻ ബോസ് ഫൈറ്റിന്റെ പ്രത്യേകത പറഞ്ഞില്ല. ആദ്യം അവിടെ പോയിട്ട് വെടി വെച്ചാൽ മതി. ആ ഗണ്ണ് വെടി വെച്ച് ബാക്കിലോട്ട് പോയി മുട്ടുന്ന ഗണ്ണിന്റെ അവിടെ വെച്ച് കാണാൻ സിമ്പിൾ ആക്കി മാറ്റാം. ഞാൻ വിചാരിച്ചു അവിടെ തന്നെ എത്തിന്ന്. അവിടെ ബോസ് ഫൈറ്റില് വീട് എത്തിയിരുന്നു. അങ്ങനെ ലൈഫ് കുറേയുണ്ട്. സാധനം ഉള്ളു ചത്തു അവനെ വേണ്ടി. എടാ നിനക്ക് ഇത് ചത്തകത്ത് കളിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും നിനക്ക് തോറ്റ സ്ഥിതിക്ക് എന്തായാലും കളിക്കാം. കയ്യല്ല മത് തലയാണ്. എവിടുന്നാണ് ചത്തു? പോവനില്ല. കൊന്നു. ചത്തു. കിട്ടി കിട്ടി. അവിടെ ചാവല് കുട്ടപ്പ കുട്ടപ്പ ജയിക്ക് കുട്ടപ്പ ജയിക്ക് കുട്ടപ്പ ജയിക്ക് കുട്ടപ്പ. അപ്പൊ വീഡിയോ സത്യം ഞാൻ നന്നായി കളിക്കുന്നുണ്ട് ബോസ് വീട്ടിലെ. എന്റെ കൈ തന്നെ തൂക്കിയിരുന്നു പോയാലോ. നിങ്ങളെല്ലാവരും കൈ അടിച്ചോ. അങ്ങനെ നമ്മളെ ബോസ് വെച്ചിട്ടുണ്ട്. അല്ലാതെ കളിച്ച കേസ് ഒരു ചന്തിക്ക് സിക്സർ പോലും കിട്ടില്ല. അല്ലെങ്കിൽ നമ്മ ചന്തിക്ക് സിക്സർ തന്നെ തന്നോണ്ടിരിക്കും. എന്തായാലും ബസ് വന്നിട്ട് എടാ എന്താ എന്റെ കയ്യില് ഗണ്ണ് ഗസ് പറക്കാൻ പറ്റിക്കാം. എടാ ഇതാണ് ബോസ് വെച്ചോ. ഒരു മൈൻക്രാഫ്റ്റില് ബിൽഡ് ചെയ്ത് വെച്ച പോലെ ഉണ്ടല്ലേ. അത് നിങ്ങൾക്ക് ശ്രദ്ധിക്കണ്ട. അതെന്തായാലും മാറ്റിയിട്ടുണ്ട്. ഇതെന്താ യെസ് ഗൈസ് നമ്മളങ്ങനെ ഫൈനലി ബസ്സിൽ. എടാ നമുക്ക് ബസ്സൊക്കെ നടക്കാൻ പറ്റും. ഞാൻ അത് ഇരിക്കട്ടെ ഗൈസ്.
ഞാൻ ട്രിപ്പിന് പോയണേ. പ്ലാനിൽ പോകാൻ നോട്ടൊരു മാനേഴ്സ് ഇടാൻ പറ്റിയിട്ടുണ്ട്. അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഏത് കണ്ടാണിത്? എന്റെ പൊന്നി ഗൈസ് സമാധാനം. എടാ ഇതാണ് നമ്മുടെ എക്സിറ്റ്. എല്ലാവരും ഇപ്പൊ തന്നെ കണ്ടു ചെയ്ത 1 2 3 let's go to my house. നമ്മുടെ സ്കൂളിന്റെ എപ്പിസോഡ് നമ്പർ നമ്മള് സ്കൂളിന്റെ എപ്പിസോഡൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എന്തായാലും നമ്മളെ ഈ വീഡിയോ ഇവിടെ വെച്ച് തീർന്നിരിക്കുകയാണ്. അപ്പൊ എന്തായാലും എല്ലാവരും ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്റെ വീഡിയോ എല്ലാവരും കണ്ടവർക്ക് ബിഗ് താങ്ക്സ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ പെട്ടെന്ന് എന്റെ വീഡിയോ കാണാം.